ആലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം ആരിഫിന്റെ പരാജയം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത് അടിസ്ഥാന വസ്തുതകൾ ഗൗനിക്കാതെയെന്ന ആക്ഷേപം. സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും ഒരു പരിധിവരെ പരാജയത്തിന് കാരണമായി. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏകോപനമില്ലായ്മയും ജില്ലയിൽ നിന്നുള്ള പാർട്ടി മന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ഉൾവലിയലും യോഗം ചർച്ച ചെയ്തില്ല എന്നും വിമർശനം. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ചിലർ ഉണ്ടാകുമെന്നും കുറച്ചുകൂടി വസ്തുനിഷ്ഠമായ രീതിയിൽ ചർച്ച നടക്കുമെന്നുമാണ് എം ആരിഫിനെ അനുകൂലിക്കുന്നവരും പാർട്ടിയിൽ തിരുത്തൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിക്കുന്നതിൽ പാർട്ടി നേതൃത്വം അപ്പാടെ പരാജയപ്പെട്ടുവെന്നും ജില്ലയിൽ നിന്നുള്ള മന്ത്രി ആത്മാർത്ഥമായി പ്രചരണത്തിൽ സജീവമായില്ലെന്നുമുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തുകൊണ്ട് ചർച്ചയായില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണാതെ സ്ഥാനാർത്ഥി മോശമായതും സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും മാത്രമാണ് പരാജയ കാരണമെന്ന തരത്തിൽ ചർച്ചകളെ എത്തിച്ചത് ബോധപൂർവമാണെന്നും വിമർശനമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട് തെറ്റുതിരുത്താൻ ശ്രമിക്കേണ്ടപ്പോൾ അതിനായുള്ള ചർച്ചയിൽ ചിലർ ബോധപൂർവം വെള്ളം ചേർക്കുകയാണെന്നാണ് പാർട്ടിയിൽ തന്നെ ഒരു കൂട്ടരുടെ വിമർശനം. കായംകുളത്തെ CPMലെ അപജയത്തെയും തെരഞ്ഞെടുപ്പ് സമയം ഗൗരവമായി കണ്ട് പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ഏരിയ, ജില്ലാ, സംസ്ഥാന നേതൃത്വങ്ങൾ ശ്രമിച്ചില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. G സുധാകരനെ പോലുള്ളവരെ പാർട്ടി അവഗണിക്കുന്നു എന്ന തോന്നലും സുധാകരന് പകരം അമ്പലപ്പുഴയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിക്കെതിരായ വികാരവും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു എന്നതും മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി CPMന്റെ ഗുണത്തിനായല്ല ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നതെന്ന യാഥാർത്ഥ്യം പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നില്ലേ എന്നും സെക്രട്ടേറിയറ്റിലെ ചർച്ചയെ വിമർശിക്കുന്നവർ ചോദിക്കുന്നു. ജില്ലയിലെ ഏത് നിയോജക മണ്ഡലത്തിലാണ് MLA എന്ന നിലയിൽ ജനപിന്തുണ നേടാൻ പാർട്ടി പ്രതിനിധികൾക്കായതെന്നും MLAമാരുടെ പരാജയം മറച്ചുവെക്കാൻ ശ്രമിക്കാതെ സർക്കാരിനുണ്ടായ അപജയം MLAമാരുടെ പ്രവർത്തനത്തിലും ഉണ്ടായി എന്നത് ആത്മവിമർശനപരമായി ഉൾക്കൊള്ളണമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.